ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഓരോ എപ്പിസോഡ് പിന്നിടുന്തോറും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ആഴമേറിയ പാരാവാരമാണ് സങ്കീർത്തന പുസ്തകമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ വാക്കുകളും വാചകങ്ങളും വ്യാഖ്യാനങ്ങൾക്കപ്പുറമാണ്. വ്യാഖ്യാനിച്ചാൽ തീരില്ല. അത് മണിക്കൂറുകളും ദിവസങ്ങളും വർഷങ്ങളും എടുത്താൽ തീരില്ല. അതുകൊണ്ട് തന്നെ ഏകദേശമായിട്ടെങ്കിലും ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ പലതവണ ആവർത്തിച്ച് വായിക്കണം. ഓരോ തവണ വായിക്കുമ്പോഴും ഓരോ ചിന്താധാരയിലൂടെ നമ്മൾ കടന്നു പോകും. ഓരോ തവണ സങ്കീർത്തനം ധ്യാനിക്കുമ്പോഴും ധ്യാനിച്ചവരും ആ സാഹചര്യവുമൊക്കെ നമ്മുടെ മുൻപിലൂടെ കടന്നു പോകും. ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യം അവിടെ നിറഞ്ഞു നിൽക്കും. എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കാനും ദൈവത്തെ വിളിക്കാനും ഒരു പുതിയ വഴിത്താര തുറന്നു കിട്ടും. നമ്മൾ പാരമ്പര്യമായി ഭൗതികമായി പഠിച്ചിട്ടുള്ള, പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ടുള്ള ആ മെത്തഡോളജിയൊക്കെ ഇവിടെ മാറിക്കിട്ടും. ഒരു പുതിയൊരു ഉൾക്കാഴ്ചയാണ് നമുക്കതിലൂടെ ലഭ്യമാകുന്നത്. ഈ എപ്പിസോഡിൽ 22-ാം സങ്കീർത്തനം 24-ഉം 25-ഉം ഞാനൊന്ന് വായിക്കുകയാണ്. പീഡിതൻ്റെ കഷ്ടത അവൻ അവഗണിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കിയത്രേ ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിന്നിൽ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണുക ഞാൻ എൻ്റെ നേർച്ചകൾ അർപ്പിക്കും. അവൻ്റെ ഭക്തന്മാർ കാണുക ഞാൻ എൻ്റെ നേർച്ചകൾ അർപ്പിക്കും. പീഡിതൻ്റെ കഷ്ടത അവൻ അവഗണിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. കഷ്ടത അനുഭവിക്കുന്ന ഒരു പീഡിതനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അവൻ്റെ കഷ്ടത അവഗണിച്ചിട്ടില്ല, വെറുത്തില്ല, മുഖം അവന് മറച്ചില്ല, അവൻ്റെ നിലവിളി കേട്ടു. പീഡിതൻ്റെ കഷ്ടതയെ അവഗണിക്കാത്ത, വെറുക്കാത്ത, അവൻ്റെ നേരെ മുഖം മറയ്ക്കാത്ത, അവൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവസാമീപ്യം, ദൈവരൂപം സങ്കീർത്തനക്കാരന് ഇവിടെ പകർന്നു നൽകുകയാണ്. ബാധ്യതകളിൽ നിന്നൊക്കെ ഓടി ഒളിക്കാനാണ് നമുക്കിഷ്ടം. ഒരു ബാധ്യതയും എടുത്ത് തലേ വയ്ക്കാൻ നമുക്ക് താല്പര്യമില്ല. സുരക്ഷിത വഴിയിലെത്തുകയാണ് നമുക്ക് താല്പര്യം. രക്ഷപ്പെട്ടവരും നന്നായി കിടക്കുന്നവരും നമ്മളുടെ ആളുകളാണെന്ന് പറയുന്നതിലാണ് നമുക്ക് സന്തോഷം. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥി നന്നായി കിടക്കുന്നു, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു, എൻ്റെ സഹോദരങ്ങൾ നല്ല നിലയിലെത്തി, എൻ്റെ മാതാപിതാക്കൾ ശാന്തമായ വാർദ്ധക്യത്തിൽ എത്തിച്ചേർന്നു, എൻ്റെ പഠനവും ഞാനും എൻ്റെ ഭാവിയും സുരക്ഷിതമായി. ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ജീവിതത്തിൻ്റെ സൗഭാഗ്യാവസ്ഥയെ വിലയിരുത്താറുണ്ട്. വിലയിരുത്തണ്ടെന്നൊന്നും പറയുന്നില്ല, തീർച്ചയായിട്ടും വിലയിരുത്തണം. അവനവൻ്റെ ജീവിതഗതികളെക്കുറിച്ച്, ദൈവം നടത്തിയ നടത്തിപ്പിനെക്കുറിച്ചൊക്കെ ക്രിയാത്മകമായി വിലയിരുത്താം. എന്നാൽ നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കും. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു വ്യാഖ്യാനമുണ്ട്. അദ്ദേഹം സ്വപ്നം കാണുന്ന, ലക്ഷ്യം വയ്ക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഭാവനയിലുള്ള ഒരു റിപ്പബ്ലിക്കിൽ, ഒരു രാജ്യത്ത് അന്ധരില്ല, ബധിരരില്ല, മൂകരില്ല, തളർവാദികളില്ല, മന്ദബുദ്ധികളില്ല, അങ്ങനെയൊന്നുമില്ലാത്ത ഒരു രാജ്യത്തെ, ഒരു റിപ്പബ്ലിക്കിനെ പ്ലേറ്റോ സ്വപ്നം കാണുന്നു. നമ്മുടെ കർത്താവ് അവതരിച്ചത് അങ്ങനെയുള്ള ഒരു റിപ്പബ്ലിക്ക് സ്ഥാപിക്കാനല്ല, നീതിമാന്മാരെയല്ല, പാപികളെ എത്രയും ഞാൻ രക്ഷിക്കാൻ വന്നത്. കാണാതെ പോയ ആടിനെ തേടിയാണ് ഞാൻ വന്നത്. കാണാതെ പോയ ആടിനെ തേടി വന്നു എന്ന് പറഞ്ഞ ഇടയൻ നമുക്കൊരു വലിയൊരു വെളിച്ചം നൽകിയിട്ടുണ്ട്, ഒരു വഴിത്താര തുറന്നു തന്നിട്ടുണ്ട്.
സ്വപ്നം കാണണ്ട എന്നും ദർശനങ്ങൾ വേണ്ട എന്നും ഒന്നും പറയുന്നില്ല. നമ്മുടെ സ്വപ്നത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നത് മാത്രമല്ല കടന്നു വരേണ്ടത്. APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളതുപോലെ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതല്ല സ്വപ്നം. ഉണർന്നിരുന്ന് ദാർശനിക വീക്ഷണത്തോടെ വീക്ഷിക്കുന്നതാണ് സ്വപ്നം. സ്വപ്നം കണ്ടുപോകാനല്ല, സ്വപ്നം കണ്ട് ഞെട്ടിയുണരാനല്ല. സ്വപ്നം നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം. സ്വപ്നത്തിലൂടെ നൂതന ദർശനങ്ങൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത, പുകയുന്ന തിരി കെടുത്തു കളയാത്ത ഒരു ദൈവദർശനം, അത് നമ്മളെ ജീവിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, പീഡിതൻ്റെ കഷ്ടതയെ അവൻ അവഗണിച്ചില്ല, വെറുത്തില്ല, തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. പീഡിതൻ്റെ കഷ്ടത അവഗണിച്ചില്ല എന്ന് പറയുമ്പോൾ, അവഗണിക്കുക എന്നുള്ളതിന് കാണാതെ പോകുക എന്ന് മാത്രമല്ല, കണ്ണടച്ചു വിടുക എന്ന് മാത്രമല്ല. ഒരുവനെ കാണുമ്പോൾ അവൻ പീഡിതനാണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല, മനുഷ്യനാണെന്ന് പോലും ഉൾക്കൊള്ളുന്നില്ല, അവന് വികാര വിചാരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മുടെയൊക്കെ ഒരു രീതി അതാ. ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും പറയുമ്പോഴും അറിയത്തില്ല, കേട്ടിട്ടില്ല, ഞാനവിടെ പോയിട്ടില്ല എന്നൊക്കെ പറയാൻ നമുക്ക് സിമ്പിളാണ്. ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ, എനിക്കറിയത്തില്ല എന്ന് പറയാൻ വളരെ സിമ്പിളാണ്. കാരണം അറിയാമെന്ന് പറയുമ്പോൾ, ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ ബാധ്യതകളുണ്ട്. നിങ്ങളുടെ വാക്കുണ്ടേ ഉണ്ടേ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാകണം, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളത് ഉറപ്പായിരിക്കണം. ഇല്ലാതെ ഉണ്ടെന്ന് പറയുന്നതും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതും ഒരു വെല്ലുവിളിയാണ്. ഇന്ന് അവഗണന എല്ലാ മേഖലയിലുമുണ്ട്. പീഡിതൻ്റെ മുഖം, കഷ്ടത അവൻ അവഗണിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പല അവഗണനയിലൂടെയും കടന്നു പോകുന്നവരാണ്. അവൻ എന്നെ മാനിച്ചില്ല, എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് എന്നെ ഉപയോഗിച്ചില്ല, എൻ്റെ കഴിവിനും പ്രാപ്തിക്കുമനുസരിച്ച് എന്നെ വേണ്ട ലാവണത്തിൽ എത്തിച്ചില്ല. നമ്മളൊക്കെ പലപ്പോഴും പരാതിപ്പെടും. നമ്മളെ എല്ലാവരും അവഗണിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. പീഡിതൻ്റെ കഷ്ടതയെ അവൻ അവഗണിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനുമൊക്കെ ഒരു രീതിയിൽ പീഡിതരാണ്. ആരൊക്കെ അവഗണിച്ചാലും അവഗണിക്കാത്തവൻ ഉണ്ടേ എന്ന് ഓർപ്പിക്കുകയാണ്. പീഡിതൻ്റെ കഷ്ടതയെ അവൻ അവഗണിച്ചില്ല എന്ന് പറയുമ്പോൾ പീഡിതരായിട്ടുള്ളവരെ അവഗണിക്കാൻ പാടില്ല എന്ന് ഓർപ്പിക്കുകയാണ്. പീഡിതൻ്റെ കഷ്ടത അവൻ അവഗണിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇടയിലുള്ള പീഡിതരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും തുറന്നു കാണിക്കുകയാണ്. അങ്ങനെയുള്ളവരുണ്ട്, അവരെ കണ്ടെത്തണം, കണ്ണ് തുറന്നു കാണണം. നമ്മളാൽ പീഡിപ്പിക്കപ്പെട്ടവരുണ്ടോ, നമ്മളാൽ അവഗണിക്കപ്പെട്ടവരുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. നമ്മളാൽ ഒത്തിരി പേര് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, നമ്മളാൽ അവഗണിക്കപ്പെടുന്നുണ്ട്, വീട്ടിലും കുടുംബത്തിലും ഒക്കെയുണ്ട്. നമ്മൾ ഫോൺ വിളിക്കാതിരിക്കുകയും കണ്ടാച്ചിരിക്കാതിരിക്കുകയും സംസാരിക്കാതിരിക്കുകയും വേദനയിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ട് അവനെ ആശ്വസിപ്പിക്കാതിരിക്കുകയും ഒക്കെ ചെയ്താൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരെയും അവഗണിച്ചു വിടുകയാണ് ചെയ്യുന്നത്, കണ്ണടച്ചു വിടുകയാണ് ചെയ്യുന്നത്. അവഗണന എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവഗണിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമാണ്, അവൻ്റെ ആത്മാവിനെ കെടുക്കുന്നതിന് തുല്യമാണ്. ഒരുവനെ അവഗണിക്കുക എന്ന് വെച്ചാൽ ഒരു വ്യക്തിത്വത്തിൻ്റെ അടിത്തറ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ പറയുന്നു, പീഡിതൻ്റെ കഷ്ടതയെ അവൻ അവഗണിച്ചില്ല. അവഗണിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, അവൻ്റെ കഷ്ടത അവഗണിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. പീഡിതനെ ആശ്വസിപ്പിച്ചേ പറ്റത്തുള്ളൂ, പീഡിതനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടേ പറ്റത്തുള്ളൂ. പീഡിതൻ്റെ കഷ്ടത അവഗണിച്ചിട്ടില്ല എന്ന് പഴയ നിയമത്തിൽ ദാവീദ് പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ക്രൂശ് എടുത്തുകൊണ്ട് ആ അവഗണനകളൊക്കെ ഏറ്റുവാങ്ങി, ആ നൊമ്പരങ്ങളൊക്കെ ഏറ്റുവാങ്ങി, പ്രയാസങ്ങളൊക്കെ ഏറ്റുവാങ്ങി. പഴയ നിയമത്തിൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് പഠിപ്പിച്ചു.
ഒരുവൻ പാപം ചെയ്താൽ ആ പാപത്തിന് അനുസൃതമായ ബലിവസ്തു സമർപ്പിക്കണം. നഗരമധ്യത്തിലൂടെ, പാളയത്തിലൂടെ അവനവൻ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ചുള്ള പുരോഹിതന്മാർ കൽപ്പിച്ചിട്ടുള്ള ലേവ്യ പ്രമാണപ്രകാരമുള്ള ബലിവസ്തു ചുമന്നുകൊണ്ടുവരണം. ചുമന്നുകൊണ്ടുവരുന്ന ബലിവസ്തുവിൻ്റെ വലിപ്പം കണ്ട് ഒരുവൻ ചെയ്തിട്ടുള്ള പാപത്തെക്കുറിച്ച് ഓരോരുത്തർക്കും മോഹിക്കാം. കുറുബ്രാവിനെ കൊണ്ടുവരുമ്പോൾ അവനൊരു കൊച്ചു പാപമേ ചെയ്തിട്ടുള്ളൂ. കന്നുകാലിയെ കൊണ്ടുവരുമ്പോൾ, കാളയോ മറ്റോ കൊണ്ടുവരുമ്പോൾ അവൻ വലിയ പാപം ചെയ്തു എന്നൊക്കെ വിലയിരുത്തും. ആ ഒരു നാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മനുഷ്യൻ ദേവാലയത്തിൽ തന്നെ വിൽപ്പനശാലകൾ തുറന്നത്. കാരണം അവിടെ പൈസ അടച്ചാൽ അങ്ങോട്ട് കൊടുത്താൽ മതി, ചുമന്നുകൊണ്ട് പോകണ്ട. ഈ ഒരു കാപട്യത്തെയാണ് നമ്മുടെ കർത്താവ് എതിർത്തത്. അതിനെയാണ് കർത്താവ് തട്ടിത്തെറിപ്പിച്ചത് ദേവാലയ ശുദ്ധീകരണത്തിലൂടെ. പാപത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കാനവൻ, അവഗണിക്കപ്പെട്ടവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ ക്രൂശ് ചുമന്നുകൊണ്ട് പോയി. പാളയത്തിലൂടെ തന്നെ പോയി. അവൻ അദർശനായില്ല, അത്ഭുതം കാണിച്ചില്ല. ക്രൂശ് പരസ്യമായി ചുമന്നു, കുലമരം പരസ്യമായി ചുമന്നു. പീഡിതൻ്റെ പീഡനങ്ങൾ, കഷ്ടപ്പാടുകൾ അവൻ അവഗണിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയംഗമായിട്ട് ഓർത്തുകൊള്ളണം, നമ്മളൊക്കെ പീഡിതരാണ്. എൻ്റെ ദൈവം എന്നെ അവഗണിക്കത്തില്ല. എൻ്റെ ദൈവം എന്നെ നെഞ്ചോട് ചേർത്തുകൊള്ളും, ഹൃദയത്തോട് ചേർത്തുകൊള്ളും. അതിനുള്ള ഒരു വലിയ തയ്യാറെടുപ്പോടും ഭക്തിയോടും കൂടി നമ്മൾ ജീവിക്കണം. അവനോട് ചേരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. മാട്ടിൻതൊഴുത്തിൽ പിറന്ന മാന്യസുധേനേ, ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, മനുഷ്യവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. മനുഷ്യവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. പീഡകൻ്റെ കഷ്ടദേവൻ അവഗണിച്ചില്ല. വീണ്ടും പറയുന്നു, വെറുത്തില്ല. ഇന്നെല്ലാ മേഖലയിലും ഒരു വെറുപ്പിൻ്റെ സംഹിത രൂപപ്പെട്ടു വരുന്നുണ്ട്. വെറുക്കുന്നവൻ താൻ എന്തിനെ വെറുക്കുന്നു എന്നറിയുന്നില്ല. എതിർക്കുന്നവൻ താൻ എന്തിനെ എതിർക്കുന്നു എന്നറിഞ്ഞില്ല. എന്തിനു വേണ്ടിയാണ് താൻ എതിർക്കുന്നതെന്നും അറിയത്തില്ല. ആരെയാണ് എതിർക്കുന്നതെന്നും അറിയുന്നില്ല. ആരൊക്കെയോ പറഞ്ഞു, ആരൊക്കെയോ പഠിപ്പിച്ചു, അതിങ്ങനെ തലമുറയായി കൈമാറി വെറുപ്പിൻ്റെ തത്വസംഹിത ഇന്ന് എല്ലാ മേഖലയിലും ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നത്, പീഡിതൻ്റെ കഷ്ടതയെ അവൻ അവഗണിച്ചില്ല, പീഡിതൻ്റെ കഷ്ടത വെറുത്തില്ല. കഷ്ടതയെ വെറുക്കുന്ന ഒരു സമൂഹമുണ്ട് പ്രിയമുള്ളവരെ. പീഡിതനെ വെറുക്കുന്ന ഒരു സമൂഹമുണ്ട്. അവഗണിക്കുക മാത്രമല്ല, അവഗണിക്കുക എന്ന് പറയുമ്പോൾ അവനെ ശ്രദ്ധിക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യജീവി ഉണ്ടെന്ന് ചിന്തിക്കുന്ന പോലുമില്ല. ഇത് വെറുക്കുക. വെറുക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തോണം, പരസ്യമായിട്ട് വെറുക്കുകയാണ്, വെറുപ്പിനെ കാണിച്ചു കൊടുക്കുകയാണ്. അവഗണിച്ചു പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും ഞാനും കാണുന്നില്ല എന്നുള്ള രീതിയിൽ പോവുക, അത്രയേ ഉള്ളൂ. വെറുക്കുക എന്ന് വെച്ചാൽ സംസാരം കൊണ്ട് വെറുക്കുന്നു. സംസാരത്തിൽ വെറുപ്പ്, ചിന്തയിൽ വെറുപ്പ്, ആലോചനയിൽ വെറുപ്പ്, തലമുറകളിലേക്ക് വെറുപ്പ് സംവേദനം ചെയ്യുന്നു. പീഡിതനെ വെറുക്കുന്ന ഒരു സമൂഹം. നമ്മളും ചിലപ്പോൾ ചിലരെയൊക്കെ വെറുക്കും, നമ്മളെ മറ്റു ചിലർ വെറുക്കും. ഒരുവൻ പീഡിതനാണെന്ന് കണ്ടാൽ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കും. വെറുപ്പ് ആർക്ക് വേണ്ടിയാണ്? വെറുപ്പ് എന്തിനു വേണ്ടിയാണ്? വെറുപ്പിൻ്റെ ലക്ഷ്യമെന്താണ്? പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ നമുക്ക് ചോദിക്കാം. എൻ്റെ ദൈവമേ, നീ പീഡിതനെ വെറുത്തില്ലല്ലോ, ഞാനും വെറുക്കാൻ പാടില്ല. ഞാൻ പീഡിതനാകുമ്പോൾ ദൈവമേ, മറ്റുള്ളവരെന്നെ വെറുക്കല്ലേ. അവർ വെറുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും വെറുപ്പ് പുലർത്താൻ പാടില്ല. പീഡിതനെ വെറുത്തില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സ് വെറുപ്പിൽ നിന്ന്, ശാഠ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. വിശുദ്ധിയിലേക്ക് വളരണമെന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. പീഡിതനെ വെറുക്കാത്തൊരു കർത്താവുണ്ടെങ്കിൽ എന്നെയും അവൻ വെറുക്കില്ല. എൻ്റെ ദൈവം വെറുക്കാത്തതിനെ നാം വെറുക്കരുത്. എൻ്റെ കർത്താവിന് വെറുപ്പിൻ്റെ ആത്മാവില്ലാത്തതിനാൽ നമ്മളും ആ വെറുപ്പിൻ്റെ ആത്മാവിനെ പിന്തുടരരുത്.
പ്രിയമുള്ളവരെ, ഇന്ന് വെറുക്കുവാൻ പോയാൽ നമ്മൾക്ക് അതിനെ സമയം കാണത്തുള്ളൂ. നമ്മൾക്ക് ഓരോരുത്തരോട് അകന്നിരിക്കാൻ, വെറുക്കാൻ കാരണങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ വെറുക്കാതെ അടുക്കാനുള്ള കാരണങ്ങളും ഒത്തിരിയുണ്ട്. ഒരു മനുഷ്യനെ വെറുക്കുക എന്ന് വെച്ചാൽ അവൻ്റെ സൃഷ്ടാവിനെ വെറുക്കുന്നതിന് തുല്യമാണ്. ഒരു മനുഷ്യനെ വെറുക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് അന്ധകാരപ്പെട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ വെറുക്കുക എന്ന് വെച്ചാൽ അവൻ്റെ നന്മ കാണാൻ താല്പര്യമില്ലാതിരിക്കുകയാണ്. ഒരു മനുഷ്യനെ വെറുക്കുക എന്ന് വെച്ചാൽ അവൻ്റെ പുനർജീവൻ ആഗ്രഹിക്കാതിരിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് ഇത് പറഞ്ഞിട്ടുള്ളതല്ല. പീഡിതനെ വെറുക്കാത്ത ദൈവത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കണം. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. പീഡിതൻ്റെ കഷ്ടതയെ അവഗണിച്ചില്ല, പീഡിതനെ വെറുത്തില്ല. പീഡിതന് തൻ്റെ മുഖം മറച്ചതുമില്ല. മുഖം മറയ്ക്കുക എന്ന് പറയുന്നത് ഒരു ചൊല്ലു തന്നെയാണ്, അതൊരാശയം തന്നെ. മുഖം മറയ്ക്കാതിരിക്കുക. മുഖം മറയ്ക്കുക എന്ന് വെച്ചാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മളുടെ മുഖത്തിൽ കണ്ണുണ്ട്, ചെവിയുണ്ട്, പല്ലുകളുണ്ട്, ഒരുപാട് അവയവങ്ങളുണ്ട്. നമ്മുടെ സൗന്ദര്യ സങ്കല്പം തന്നെ നമ്മളുടെ മുഖത്താണ്. സംസാരിക്കുന്നത് മുൻവശത്തൂടിയാണ്. പ്രസന്നത മുഖത്താണ് തെളിയുന്നത്. അപ്പോൾ സൗന്ദര്യവും പ്രസന്നതയും സംസാരവും ഒക്കെ ആ മുഖഭാവത്തിൽ നിന്നാണ് വരുന്നത്. ഒന്നും പറഞ്ഞില്ലെങ്കിലും മുഖത്ത് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ ഒരുവൻ്റെ നേരെ മുഖം മറയ്ക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവനെ കേൾക്കുന്നില്ല, അവനെ കാണുന്നില്ല, അവനെ അറിയുന്നില്ല, അവനോട് സംസാരിക്കുന്നില്ല. ദൈവം നമ്മളുടെ നേരെ മുഖം മറയ്ക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മളുടെ നേരെ മുഖം ചായച്ചിരിക്കുകയാണ്. ദൈവം നമ്മുടെ നേരെ മുഖം ചായ്ക്കുക എന്ന് വെച്ചാൽ നമ്മെ പ്രസാദിക്കുക എന്നാണ് അർത്ഥം. നമ്മിൽ പ്രസാദിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മൾ മുഖം മറയ്ക്കുക എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരോട് അപ്രീതിയായിട്ട് ഇടപെടുകയാണ്, അപ്രിയത്തോട് ഇടപെടുകയാണ്. മറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. മറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. മരുഭൂവാമിഹത്തിൽ ഞാൻ അഭയാർത്തി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി, അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി. അവിടെയും നിന്നുകം മറയ്ക്കരുതേ, കരയുന്ന കാക്കകൾക്കാഹാരം, നടക്കുന്ന മൃഗങ്ങൾക്കിരയും നീ, കൊടുക്കുന്ന താതനെ അറിവാനായി. ഹൃദയത്തെ തുറക്കാനിദിനം തോറും, കരയുന്ന കാക്കകൾക്കാഹാരം, നടക്കുന്ന മൃഗങ്ങൾക്കിരയും നീ, കൊടുക്കുന്ന താതനെ അറിവാനായി. ഹൃദയത്തെ തുറക്കാനിദിനം തോറും, മറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. അതെ, നമ്മൾ ദൈവത്തോട് ദൈവമേ നീ മുഖം മറയ്ക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ നീ തള്ളരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാക്കന്മാർ അങ്ങനെ നമുക്ക് ചൊല്ലിത്തന്നു. പീഡിതൻ്റെ മുഖത്തിന് നേരെ മുഖം മറയ്ക്കാതെ അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ട്. നമുക്കും നമ്മളുടെ മുഖം ശോഭിതമാക്കാം. എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട്.
ദൈവത്തിൻ്റെ മുഖം നമ്മൾ അന്വേഷിക്കണം. എൻ്റെ ദൈവം എനിക്ക് നേരെ മുഖം മറയ്ക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മുഖം മറയ്ക്കില്ല എന്ന് പറയുമ്പോൾ മുഖം അതിൻ്റെ അകത്തിൽ ഒത്തിരി കാര്യങ്ങളാണ്. കണ്ണും കാതും നാവും സൗന്ദര്യവും ആശയങ്ങളും ശബ്ദവും ഒക്കെ ആ മുഖഭാവത്തിലുണ്ട്. അപ്പം മുഖം മറയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും നേരെ കണ്ണ് തുറന്നിരിക്കുന്ന, ചെവി തുറന്നിരിക്കുന്ന, നമ്മുടെ നേരെ വാ മൂടാതിരിക്കുന്ന, തൻ്റെ സുന്ദരമുഖത്തെ നമുക്ക് പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അനുഭവമാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. നമ്മളും അത്തരക്കാരായിരിക്കാൻ തക്കവണ്ണം ശ്രമിക്കണം പ്രിയമുള്ളവരെ. ഇരുണ്ട മുഖം കാണിക്കരുത്. മുഖം മറച്ചു കഴിഞ്ഞാൽ കപടമുഖമായി മാറ്റപ്പെടും, പല വേഷം കെട്ടലുകളായി മാറ്റപ്പെടും. വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണ് ഈ ജീവിത വേഷം. ദുഃഖത്തിനൊരു വേഷം, സന്തോഷത്തിന് പുതുവേഷം, അങ്ങനെ പല വേഷം കെട്ടലുകളുണ്ട്. മുഖത്ത് നമുക്ക് പുഞ്ചിരി ഇല്ലെങ്കിലും നമ്മൾ ചിരി ചിലപ്പോൾ നടിക്കും, സ്നേഹമില്ലെങ്കിലും സ്നേഹം നമ്മൾ നടിക്കും. അതൊക്കെ നാട്യം മാത്രമാണ്. പക്ഷേ മുഖം മറയ്ക്കാതിരിക്കുക എന്ന് പറയുന്നത് മനസ്സിലുള്ള നന്മ പ്രകടമാക്കുക, ഒന്ന് വെച്ചുകൊണ്ട് മറ്റൊന്നിൻ്റെ പിന്നാലെ പോകാതിരിക്കുക, ഒന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റൊന്ന് പറയുക. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് ആവശ്യമാണ്. എൻ്റെ ദൈവം തന്നെ വിളിച്ചപ്പോൾ അവൻ്റെ മുഖം എൻ്റെ നേരെ പ്രകാശിപ്പിച്ചു. 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്നും അവനെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായെങ്കിൽ നോക്കിയവർ അവൻ്റെ മുഖം കണ്ടു. പീഡിതർക്ക് നേരെ മുഖം മറയ്ക്കാത്ത ഒരു ദൈവമുണ്ട്. ഇന്ന് നമ്മളുടെ സാമൂഹ്യ ജീവിതത്തിലും സാംസ്കാരിക ആത്മീക ജീവിതത്തിലും അത്തരമൊരു തലമുണ്ടാകട്ടെ. ഹൃദയം പകരുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. നമ്മളുടെ മുഖത്തിലൂടെ, നമ്മളുടെ ചിരിയിലൂടെ വലിയ സുവിശേഷങ്ങൾ രൂപപ്പെടട്ടെ. നമ്മളുടെ മുഖഭാവത്തിലൂടെ ഭക്തി സംവേദിപ്പിക്കാം. നമ്മുടെ മുഖഭാവത്തിലൂടെ ആത്മശക്തി പ്രാപിക്കാം. വീണ്ടും പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. അപ്പോൾ പീഡിതൻ്റെ കഷ്ടത അവഗണിക്കത്തില്ല, പീഡിതനെ വെറുക്കുന്നില്ല, അവൻ്റെ നേരെ മുഖം മറയ്ക്കുന്നില്ല. ഇനി വീണ്ടും പറയുന്നു, അവൻ വിളിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. പീഡിതനായവൻ, പീഡിപ്പിക്കപ്പെട്ടവൻ, ഒതുക്കപ്പെട്ടവൻ വിളിച്ചപ്പോൾ ദൈവം വിളി കേട്ടു. അവന് ശബ്ദം കുറഞ്ഞു കാണും, എന്നാലും ദൈവം കേട്ടു. ചിലപ്പോൾ അവൻ പേടി കൊണ്ട് അലറി വിളിച്ച് കാണും, അത് ദൈവത്തിന് അസ്വസ്ഥമായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ അവന് ഒറ്റപ്പെട്ടു പോയി കാണും, എന്നാലും ആ നിലവിളി ദൈവം കേട്ടു. 100 ആടുണ്ടായിട്ടും ഒന്ന് മാത്രമേ തെറ്റിപ്പോയുള്ളൂ. അത് കുഴിയിൽ വീണപ്പോൾ, മുള്ളിൻ്റെ ഇടയിൽ അകപ്പെട്ടു പോയപ്പോൾ ആ ആട് കരഞ്ഞു. അതിനെ അന്വേഷിച്ചിടയൻ പുറപ്പെട്ടു. ആടിൻ്റെ ശബ്ദം കേട്ട് ആടിനെ തിരക്കിച്ചെന്നു. ആയതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ നേരെ കാതടയ്ക്കാത്ത, നമ്മുടെ ശബ്ദം കേൾക്കുന്ന പീഡിതൻ്റെ നിലവിളിക്ക് ചെവി മറയ്ക്കാത്ത ദൈവം നമുക്കുണ്ടെന്നുള്ളൊരു വിശ്വാസം എപ്പോഴും നിലനിർത്തണം. അത് പങ്കുവയ്ക്കുവാനിടയാകണം. ആ അനുഭവത്തെ നിറവോട് കാണുവാനിടയാകണം. അതുകൊണ്ട് ആരാധനയിൽ ഒരു പാട്ട്, കരളലി വേറിടും താഥ നിരുപമ കരുണാസാഗരമേ, ദിനമിതിലങ്ങേക്കർപ്പിച്ചോ തിരുബലിയെ കൈക്കൊള്ളുക. അതൊരു വലിയൊരു അനുഭവമാണ്. പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും നൊയമ്പനുഷ്ഠാനത്തിലൂടെയും ഒക്കെ പീഡിതരായ നമ്മൾ, പീഡ അനുഭവിക്കുന്നവരായ നമ്മൾ കർത്താവിൻ്റെ
കാതിനെ തുറപ്പിക്കുന്നവരാകണം. എൻ്റെ നേരെ തൻ്റെ കാത് കൂർപ്പിച്ചിരിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുന്നവരാകണം. അപ്പോൾ പീഡിതൻ്റെ നേരെ ചെവി കൊട്ടിയടയ്ക്കാത്ത ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളും കാതുകൾ തുറന്നിരിക്കണം. പലരുടെയും നിലവിളിയെ കേൾക്കണം, കണ്ണുനീര് ഉൾക്കൊള്ളണം. നമ്മളൊക്കെ പലപ്പോഴും ആ 99 ആടുകളെപ്പോലെ അനുസരണമുള്ളവരായ ഇടയൻ്റെ കൂടെ നടക്കുകയാണ്. 99 ആടുകൾ അനുസരണമുള്ളവർ, ഒരുപക്ഷെ നന്മയിൽ ജീവിക്കുന്നവർ കേൾക്കേണ്ടത് നന്മയുള്ളവരുടെ വാക്കുകൾ മാത്രമല്ല, അല്ലെങ്കിൽ സുരക്ഷിതരായവർ ശ്രദ്ധിക്കേണ്ടത് സമ്പന്നരുടെ വാക്കുകൾ മാത്രമല്ല. അങ്ങനെയുള്ളവർ മാത്രമല്ല കൂട്ടുകാരായിട്ട് വരേണ്ടത്. കുഴിയിൽപ്പെട്ടു പോയവരുടെ നിലവിളിയുടെ കേൾക്കാൻ തക്കവണ്ണം ചെവി ഒന്ന് കൂർപ്പിക്കണം. ഒരുവൻ്റെ പ്രാർത്ഥന ഇല്ലാതെ വരുമ്പോൾ അവൻ എന്താ പ്രാർത്ഥിക്കാത്തതെന്ന് ഒന്ന് ശ്രദ്ധിക്കണം. അവൻ അലക്ഷ്യമായി സംസാരിക്കുമ്പോൾ ആ അലക്ഷ്യ സംസാരത്തിൻ്റെ പിന്നിലെ കാരണം എന്തെന്നൂടെ ഒന്ന് കാത് കൂർപ്പിച്ച് നോക്കണം. ഒത്തിരി നിലവിളികൾ ഉയരുമ്പോൾ ലോക സന്തോഷത്തിൻ്റെ ഇടയിൽ നമ്മളത് കേൾക്കാതിരിക്കരുത്. ലോകത്തിൻ്റെ അട്ടഹാസങ്ങൾക്കിടയിൽ അമർന്നുപോയ അടിച്ചമർത്തപ്പെട്ട സ്വരം കേൾക്കാതെ പോകരുത്. ദൈവത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. മാലാകമാരുടെ സ്തുതിഗീതങ്ങൾ ഉയരുമ്പോഴും വിശുദ്ധന്മാരുടെ സ്തുതിഗീതങ്ങൾ ഉയരുമ്പോഴും സാക്ഷ്യങ്ങളും പ്രസംഗങ്ങളും ഒക്കെ അവന് വേണ്ടി ഉയരുമ്പോഴും ദൈവം ഇങ്ങനെയുള്ളവരുടെ നിലവിളിയും കേൾക്കും. യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്ന അന്നൻ്റെ നിലവിളിയും കേൾക്കും. നമ്മളുടെ സാക്ഷ്യം അതാകണം. ജീവിതത്തിലെ എല്ലാ നന്മയുടെ അനുഭവത്തിലൂടെയും സന്തോഷത്തിൻ്റെ അനുഭവത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആധിക്യത്തിനിടയിൽ ചിലതൊന്നും കേൾക്കാതെ പോകരുത്. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വവും ദൗത്യവും നടപടിയായി നിവർത്തിക്കുവാൻ തക്കവണ്ണം ഈ വേദപഠനം നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.